ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തിരിക്കുന്നത് 25,196 ലെവലിലാണ്. അതിനുശേഷം താഴോട്ട് പോന്നു. നമ്മൾ പറഞ്ഞിരുന്ന 25,127 എന്നുള്ള ലെവൽ സപ്പോർട്ട് നോക്കി നടന്നില്ല, താഴെ പോന്ന് 25,089 എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ലെവൽ മാർക്ക് ചെയ്ത ലെവലിൽ സപ്പോർട്ട് എടുത്ത് 25,160 വരെ ഒരു മൂവ്മെൻറ്റ് വന്നു. ഈ ഒരു മൂവ്മെൻറ്റ് മാത്രമാണ് ഇന്ന് ഉണ്ടായിരുന്നൊരു ട്രേഡിന് പറ്റിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് മാത്രമാണ് ഈ ഒരു മൂവ്മെൻറ്റ്. അത് നമ്മളത് മാർക്ക് ചെയ്തിരുന്ന 25,089 എന്ന് പറഞ്ഞ ലെവലിൽ തന്നെയാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ടാർഗറ്റ് എത്തിയിരിക്കുന്നത് 25,160-ലുമാണ്. സ്ട്രൈക്ക് പറഞ്ഞിരുന്ന സ്ട്രൈക്ക് 25,100 സ്ട്രൈക്കിൽ ആ ഒരു എൻട്രി നമുക്ക് കറക്റ്റായിട്ട് 119 തന്നെ ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 119 നിന്ന് 145 വരെയുള്ള ആ മൂവ്മെൻറ്റ് അതിൽ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സൈഡ് നോക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ പറഞ്ഞിരുന്ന ലെവലിന് താഴെയാണ് ഓപ്പൺ ആയതും അതിനുശേഷം അത് ഡൗൺ മൂവ്മെൻറ്റ് നടത്തുകയാണ് ഉണ്ടായത്. നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞിരുന്ന ലെവലുകൾ സപ്പോർട്ടായിട്ട് എടുത്തിട്ടുണ്ട്. വൈകുന്നേരം ക്ലോസിങ് ടൈമിൽ പോലും കറക്റ്റായിട്ട് നമ്മുടെ 25,089 എന്ന് പറഞ്ഞ ലെവലിൽ സപ്പോർട്ട് എടുത്ത മാർക്കറ്റ് നിൽക്കുകയാണുണ്ട്. 25,089, 25,114 ഈ ലെവലുകളെല്ലാം 25,160 എല്ലാ ലെവലുകളും നിഫ്റ്റി സപ്പോർട്ട് അല്ലെ റെസിസ്റ്റൻസ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പറഞ്ഞിരുന്ന ലെവലുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇപ്പോൾ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,104-ലാണ്. ഫ്ലാറ്റ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചും ബ്രേക്ക് ഔട്ടിനാണ് നമ്മൾ എൻട്രിയിൽ പോവുക, മോർണിംഗ് എൻട്രി പോവുക. അപ്പോൾ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് വന്നാൽ നെക്സ്റ്റ് 25,160, 25,198 ലെവലുകൾ ടാർഗറ്റ് ആക്കിക്കൊണ്ട് നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ പാറ്റേൺ നോക്കി എൻ്റർ ആകാവുന്നതാണ്. ഇനി താഴെ 25,086 താഴെയാണ് ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ ഇത് 25,056 അല്ലെങ്കിൽ 25,027 വരേക്കും നോക്കാം. അത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ട്രേഡ് കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പം ഈ എൻട്രി എടുക്കാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്ക് 25,100-ൻ്റെ പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും തന്നെയാണ്. ഇന്ന് സെലക്ട് ചെയ്ത അതേ സ്ട്രൈക്ക് എടുക്കാൻ തന്നെയാണ് നാളെ എടുക്കുക. ഇപ്പോൾ നിലവിൽ 25,100-ൻ്റെ കോള് 77 രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്കതിൻ്റെ ഒരു എൻട്രി ലെവൽ എന്ന് പറയുന്നത് ഇനി താഴെ 62 രൂപയിലും ആണുള്ളത്. അപ്പോൾ നിഫ്റ്റി ഇതിൻ്റെ താഴെ ഒരു സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് 25,056-ലോട്ടൊക്കെ ഇറങ്ങി വന്ന് സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് 26,100-ൻ്റെ കോള് നമുക്ക് 66 രൂപയിൽ കിട്ടുക, 62 രൂപയിൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇവിടെ നിഫ്റ്റി സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഈ സ്ട്രൈക്ക് ഈ ലെവലിൽ പ്രൈസ് ആക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എൻട്രിയിൽ കയറാവുന്നതാണ്. നമ്മുടെ 95, 112, 130 ഒക്കെയാണ് നമ്മുടെ അടുത്തടുത്തുള്ള ടാർഗറ്റുകൾ. ഇനി ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ 195-ന് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ അനുകൂലമാണെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന രീതിയിലുള്ള പ്രൈസ് ആക്ഷൻ അനുകൂലമാണെങ്കിൽ മാത്രം 95 എൻട്രിയിൽ പോകാം. 95 എൻട്രി പോയി കഴിഞ്ഞാൽ
112, 130, 147 ഒക്കെ ടാർഗറ്റ് ആക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് 25,100 പുട്ട് ഓപ്ഷനാണ്. ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 99 റുപ്പീസിലാണ്. മാർക്കറ്റ് ഓപ്പൺ ആകുമ്പം ഗ്യാപ് ഡൗൺ വന്ന് അല്ലെങ്കിൽ നമ്മൾ താഴെ പറഞ്ഞ സപ്പോർട്ട് ബ്രേക്ക് ഔട്ട് നടത്തുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് എൻട്രിയിൽ പ്രൈസ് ആക്ഷൻ ബേസിൽ കയറാം. ഇവിടെ 106 മുകളിൽ 126, 148, 168 ഒക്കെയാണ് ടാർഗറ്റുകൾ വരിക. ഇനി ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ 99 എന്നുള്ളത് നമുക്ക് ഈ 70 റുപ്പീസിലോട്ട് താഴ്ന്ന് കിട്ടിയാൽ 70 റുപ്പീസിൽ പ്രൈസ് ആക്ഷൻ അനുകൂലമാണ്. നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രൈസ് ആക്ഷൻ അനുകൂലമാണെങ്കിൽ നമുക്കിതിൽ എൻട്രിയിൽ കയറാം. അപ്പോൾ വീഡിയോയിൽ കണ്ടിട്ട് 1-2 ആൾക്കാർ എൻ്റെ അടുത്ത് തിരക്കിയിരുന്നു ഇത് എങ്ങനെ ആക്റ്റീവ് ആണെന്ന് അറിയുമെന്നുള്ളത്. അത് നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രൈസ് ആക്ഷൻ ബേസിലാണ് അറിയാൻ പറ്റുക. അവിടെ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ നോക്കിയിട്ടാണ് നമ്മൾ എൻട്രിയിൽ പോകേണ്ടത്. ഈ സ്ട്രാറ്റജി പഠിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഏതൊക്കെ ക്യാൻഡിൽ സ്റ്റിക്കാണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ളത് അറിയാം. അതിൻ്റെ ബേസിലാണ് എൻട്രിയിൽ പോകേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒബ്സർവേഷൻ. ഇപ്പം നാളെ നമുക്ക് മാർക്കറ്റിന് ശേഷം വീണ്ടും കാണാം.